മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും പ്രകടനമായി എത്തി ഉപവരണാധികാരിയായ മഞ്ചേശ്വരം തഹസിൽദാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന്റെ ശക്തി വിളിച്ചോതുന്ന പ്രകടനത്തോടെയായിരുന്നു പത്രികാ സമർപ്പണം. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഉപ്പള ലീഗ് ഓഫീസിൽ നിന്നും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രകടനം നടന്നു. പാർട്ടിയുടെ കൊടികളേന്തിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയുമായിരുന്നു മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ സ്ഥാനാർത്ഥി എത്തിയത്. തുടർന്ന് മഞ്ചേശ്വരം തഹസിൽദാർ മുൻപാകെ പത്രികാ സമർപ്പണം നടത്തി. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ ജില്ലാ സംസ്ഥാന നേതാക്കൾ പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആയിരക്കണക്കിന് അനുയായികൾ സ്ഥാനാർത്ഥിക്ക് പൂച്ചെണ്ടുകൾ നൽകിയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും വരവേറ്റു. ഈ ആവേശം മണ്ഡലത്തിലെ UDFന്റെ വിജയസാധ്യത ഉറപ്പാക്കുന്നുവെന്ന് പ്രവർത്തകർ പറഞ്ഞു. പത്രികാ സമർപ്പണത്തിന് മുമ്പ് ലീഗ് ഓഫീസിൽ സംസാരിച്ച AK അഷ്റഫ് മഞ്ചേശ്വരത്തിന്റെ വികസനത്തിനും സാധാരണക്കാരുടെ ശബ്ദമായി മാറാനും ഒരിക്കൽ കൂടി അവസരം ലഭിച്ചിരിക്കുകയാണെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്നേഹത്തിലും പിന്തുണയിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രതികരിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള അവസരം പാർട്ടിയും മുന്നണിയും നൽകിയിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ നോമിനേഷൻ സമർപ്പണം. 11 മണിക്ക് മുമ്പ് നമ്മുടെ താലൂക്ക് ഓഫീസിൽ വെച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ 8 പഞ്ചായത്തുകളും 4 ജില്ലാ പഞ്ചായത്തും ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. BJPക്ക് ഒരിക്കലും മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനാധിപത്യ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയും. ഈ പ്രാവശ്യം അവർ പയറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് 100-എങ്കിൽ 100, 200-എങ്കിൽ 200 നേടി കൃത്യമായി ന്യൂനപക്ഷ ഭിന്നതയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ആസാമിലും ഒറീസയിലും BJP ജയിച്ചതുപോലെയുള്ള ഒരു തന്ത്രം BJPയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഈ പ്രാവശ്യം അമിഷ തന്ത്രമാണ് മഞ്ചേശ്വരത്ത് ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന്. മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് നന്നായി BJP എന്ന് പറയുന്ന പാർട്ടി അറിയാം. ആർക്കും BJPയുടെ വിഷവും BJPയുടെ വർഗീയ ഇടപെടലുകളൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ്. മഞ്ചേശ്വരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തതയാണ്, മതേതരത്വമാണ്. ഈ ഇലക്ഷനിൽ 229 ബൂത്ത് കേന്ദ്രീകരിച്ച് എന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ഒന്നെങ്കിൽ ജനപ്രതിനിധികൾ, ഒന്നെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇല്ലെങ്കിൽ അനുഭാവികൾ, ഇല്ലെങ്കിൽ ഓരോ വാർഡിലും കഴിവുള്ള ആളുകൾ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ 229 ബൂത്തിൽ വർക്ക് ചെയ്താൽ 2001 13,000 മറികടക്കുന്ന ഒരു ഭൂരിപക്ഷം അത്രമാത്രം നമ്മുടെ അനുകൂലകരമായ ഒരു തരംഗമാണ്. ഓരോ UDFകാരനും ഒരു വീട്ടിൽ ചോദിക്കാൻ കഴിയുന്നത് ടോൾ സ്ഥാപിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോളിന്റെ സമയത്ത് കള്ളക്കളി കളിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോൾ എതിർത്തവർക്ക് വോട്ട് കൊടുക്കണം. 3 ചോദ്യം. ടോൾ കൊണ്ടുവന്നവർക്ക് വോട്ട് കൊടുക്കണം, ടോളിനിടയിൽ കാപട്യം കാണിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോൾ റദ്ദ് ചെയ്തവർക്ക് വോട്ട് കൊടുക്കണം. AK അഷ്റഫിന്റെ പത്രികാ സമർപ്പണത്തോടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. വികസന നേട്ടങ്ങളും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തി UDF പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.